ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. ആ സമയത്ത് ശാരി ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നുമോനെ ഇങ്ങനെയും കൊണ്ട് തന്നെ ബിസിനസ് മീറ്റിങ്ങിന് പോകണോ? ഇങ്ങനെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും. മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ല അമ്മേ, ഇടയ്ക്കൊക്കെ വെളിയിൽ കൊണ്ടുപോകണ്ടേ, ഇങ്ങനെ അസുഖമുള്ളവരൊക്കെ പുറത്ത് കൊണ്ടുപോകാണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ, ഡോക്ടറും അത് തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നമ്മുടെ രാഹുൽ പറയുക, അസുഖം ആർക്കാന്ന് പറയിപ്പിക്കരുതെന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് തുടങ്ങുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരി പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും ആ മനുമോനോടുള്ള അങ്ങേരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാഹുലും മനോഹറും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ രാഹുൽ വണ്ടി കയറിയിട്ട് ചോദിക്കും, നിൻ്റെ ഉടുപ്പൊന്നും മാറുന്നില്ല, ഇത് ഈ കോലത്തിനാണോ കെട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് വഴി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവൻ എല്ലാ സാധനവും കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, അവിടെ ചെന്ന് ഡ്രസ്സ് മേടിക്കും, കാറിൽ ഇരുന്ന് മാറും, എന്തായാലും താരൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പോവാമെന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പം സരയുവിനോട് ശാരി പറയുന്നുണ്ട്, മോളെ എന്തായാലും മനുമോനെ ഒന്ന് വിളിച്ചിട്ട് പറ, അങ്ങേറോട് ഒറ്റയ്ക്കല്ലേ പോയേക്കുന്നേ, രണ്ട് ആനയുടെ ശക്തിയുള്ള ആളാണ്, എന്തേലും ചെയ്ത് മോൻ്റെ കൊങ്ങയ്ക്കെങ്ങാനും കയറി പിടിക്കുമോ അറിയത്തില്ലല്ലോ, മോളെന്തായാലും ഒന്ന് വിളിച്ച് പറ സൂക്ഷിക്കണം എന്ന് പറയണം കേട്ടോ. അത് കേട്ട് സരയു വിളിച്ച് മനോഹറിനോട് പറയുന്നുണ്ട്. മനോഹർ അത് കേൾക്കുമ്പോൾ നൈസായിട്ട് രാഹുലിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. രാഹുൽ നോക്കുന്നുണ്ട്, ഇതെന്തായി വിളിച്ച് പറയുന്നതെന്ന്. എന്നിട്ട് രാഹുലിനോട് മനോഹർ പറയുന്നുണ്ട്, തൻ്റെ മോളെ വിളിച്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. കല്യാണി പറയുന്നുണ്ട്, ഇന്ന് ആ മേഘനയുടെ അനിയത്തിയുടെ കല്യാണം, മേഘനയ്ക്കൊന്ന് പോകണമെന്നുണ്ട്, കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഓർക്കുന്നതെന്നൊക്കെ പറയുമ്പം കിരൺ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കിരൺ പറയുന്നുണ്ട്, ഞാനെന്തായാലും ഇതത്ര പ്രോത്സാഹിപ്പിക്കുകയില്ല, ഇതൊന്നും അത്ര നല്ലതല്ല, ആ പെണ്ണിൻ്റെ സ്വഭാവം വെച്ച് അവൾക്കൊരു നല്ല ജീവിതം കിട്ടാനും സാധ്യതയില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം, ചുമ്മാ എന്തിനാ അവിടെ പോയിട്ട് നാണം കിടന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മേഘന രണ്ടുപേർക്കും ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും കിരൺ പറയുന്നുണ്ട്, നേരാ, എൻ്റെ അഭിപ്രായത്തിൽ പോകണ്ടെന്നാ, പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ മേഘനയുടെ അടുത്ത് കല്യാണി എന്നിട്ട് പറയുന്നുണ്ട്, അത് സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ മേഘന പറയുന്നുണ്ട്, വേണ്ട ചേച്ചി വരണ്ട, ചേച്ചിക്ക് ചുമ്മാ അവിടെയുള്ളവർ വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കല്യാണി പറയാം, അതൊന്നും സാരമില്ല, ഞാൻ വരാം, അവൾക്ക് പക്ഷേ ഒരു നല്ല ജീവിതം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്, അവളുടെ സ്വഭാവം അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തേലും ആട്ടെ, സത്യമുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരും, അതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്, നമുക്കെന്തായാലും പോവാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേ സമയത്ത് മനോഹറിൻ്റെ ഫ്രണ്ട് വാടകയ്ക്ക് രണ്ടാൾക്കാരൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അഭിനയിക്കാൻ, 2000 രൂപയൊക്കെ കൊടുത്ത്. എന്നിട്ട് മനോഹർ രാഹുലിനോട് അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിൻ്റെ പുതിയ ആർട്ടിസ്റ്റ് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അവരോട് ചോദിക്കുന്നുണ്ട് രാഹുൽ, നിനക്കൊക്കെ ഇത് സ്ഥിരം പണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരിതൊക്കെ ഭയങ്കര പുച്ഛത്തോടെയാണ് രാഹുലിൻ്റെ ചോദ്യമൊക്കെ ഏറ്റെടുക്കുന്നത് കേട്ടോ. ലാസ്റ്റ് മനോഹർ ചോദിക്കുന്നുണ്ട്, സ്ത്രീകളെ ഒന്നും ഒപ്പിച്ചില്ലേ അഭിനയിക്കാനെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ വീട്ടിലുണ്ട്, നീ എന്തായാലും പോയി റെഡിയായിട്ട് വരാൻ നോക്ക് എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് അവരവിടെ നിന്ന് പിരിയുവാണ്, എല്ലാവരും കല്യാണ സ്ഥലത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിഷ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിഷയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ഭാഗ്യമാണ്, അത്രയും നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, ഇനി മേഘനെങ്ങാനും വരുമോ എന്ന് ചോദിക്കുമ്പം വരാൻ സാധ്യതയില്ല, ഇനിയിപ്പോൾ വലിഞ്ഞു കയറി വരും, അവളിങ്ങനെ ഒളിച്ചോടി പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ മോളുടെ ബന്ധത്തെ തന്നെ ബാധിക്കും, പിന്നെ അവളുടെ അച്ഛനിപ്പോൾ ചെറിയൊരു സോഫ്റ്റ് കോർണറുണ്ട്, അതാണ് എൻ്റെ ആകെയുള്ള സംശയം, അന്ന് ഒളിച്ചോടിപ്പോയപ്പോൾ ഇങ്ങനൊരു മോളില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാ എന്ന് പറയുമ്പോൾ ശിവദാസൻ അങ്ങ് വരുവാണ് കേട്ടോ. അപ്പോൾ ശിവദാസൻ പറയുന്നുണ്ട്, എല്ലാം ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ചെറുക്കനെ സ്വീകരിക്കാനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് മനോഹർ വണ്ടിയിൽ കയറിയിട്ട് പറയും, എൻ്റെ പേരവിടെ മനോഹർ എന്നല്ല, അവിടുന്ന് രോഹിത് എന്നുള്ള രീതിയിൽ തന്നെ പറയണം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രാഹുൽ കളിയാക്കി ചോദിക്കുക, നിൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാകുമല്ലോ, നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ്, 100ാമത്തെ സിനിമ അഭിനയിച്ചാലും ആദ്യമായിട്ട് അഭിനയിച്ച പോലെ തോന്നും എന്ന് പറഞ്ഞ പോലെ 100ാമത്തെ കല്യാണം കഴിച്ചാലും എനിക്കത് ആദ്യത്തെ കല്യാണം പോലെ തന്നെയായിരിക്കും, എല്ലാം എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയണം കേട്ടോ. എന്നിട്ട് മനോഹർ കൂടെ രാഹുൽ അവിടെ ചെന്ന് ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സമയത്ത് ശിവദാസൻ പെട്ടെന്ന് രാഹുലിനെ കാണുവാണ് കേട്ടോ. അപ്പോൾ രാഹുലിനോട് ചോദിക്കുകയാണ്, എടോ താനും ചെറുക്കൻ്റെ കൂട്ടറുടെ കൂടെ പോകുന്നോന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രാഹുൽ അറിയാണ്ട് പറയുക, മനു തൻ്റെ മോളെ വിവാഹം കഴിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു എന്ന്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നത് കാണിച്ചു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.